ഇപ്പോൾ നടി അൻസിബ ഹസന്റെ ആരോപണവുമായി ബന്ധപ്പെട്ട് നടി ലക്ഷ്മിപ്രിയ മാധ്യമപ്രവർത്തകരെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം. അൻസിബ കോടതിയെ സമീപിച്ചോട്ടെ, പക്ഷേ ഞാൻ എന്താണെങ്കിലും 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ തന്നെ എൻ്റെ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്, അദ്ദേഹം മുഖാന്തരം നാളെ തന്നെ ഞാൻ 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യുകയാണ്. കാരണം ഞാൻ വളരെ നിസ്സാരമായിട്ട് രണ്ടുപേര് തമ്മിൽ ഫോണിൽ 2 മിനിറ്റിൽ ഫോണിൽ തീരുമായിരുന്ന ഒരു പരാതി, ഒരു കാര്യം മോൾ എന്തുകൊണ്ട് ഇങ്ങനെ എൻ്റെ ഫോണിലേക്ക് അയച്ചു എന്ന് ചോദിക്കുമ്പോൾ 2 മിനിറ്റിൽ അത് പറഞ്ഞു തീർക്കാമായിരുന്ന ഒരു കാര്യം പറയാനോ എനിക്ക് കൃത്യമായിട്ടൊരു ആൻസർ തരാനോ തയ്യാറാകുന്നില്ല. 1 മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. അതിനുശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു പരാതി കൊടുക്കേണ്ടി വന്നത്. പരാതിയിൽ ഉന്നയിച്ചിരിക്കുന്ന അൻസിബ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഇത്തരത്തിലൊരു വലിയ സംഭവമാക്കി എൻ്റെ പ്രതിച്ഛായയെ ഇകഴ്ത്തുന്ന വിധത്തിൽ, എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന വിധത്തിൽ, എന്തിന് 10 വയസ്സുള്ള എൻ്റെ മകൾക്ക് ഏകദേശം എൻ്റെ പൊക്കമുണ്ട്, എൻ്റെ പൊക്കമുള്ള എൻ്റെ മകളെയും കൂടി അധിക്ഷേപിച്ചുകൊണ്ട് ആ കുട്ടി സംസാരിക്കുന്നത് ഞാൻ കേട്ടു. തൃപ്പൂണിത്തുറ വനിതാ SIയുടെ മേശപ്പുറത്ത് ഇതേ മീഡിയാസ് നിങ്ങൾ എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മേശപ്പുറത്ത് കയറി ഇരുന്ന് കളിച്ചു എന്ന് വരെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് എനിക്കെതിരെ വളരെ മോശമായിട്ട് ആ കുട്ടിയോട് പറഞ്ഞു എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ അധിക്ഷേപങ്ങളും ഞാൻ എല്ലാ മീഡിയയുടെയും റിപ്പോർട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ നാളെ തന്നെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ്. എൻ്റെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ആണ്. അദ്ദേഹം മുഖാന്തരം ഞാൻ 10 കോടി രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് കൊടുക്കും. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ശരിക്കും അൻസിബയുടെ പ്രശ്നം ട്രിഗർ ആവുന്നത് ഞങ്ങൾ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൻ്റെ, ഞങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടന, ഞങ്ങളുടെ സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതിയാണ്. നമ്മുടെ കേരള സമൂഹം അമ്മ വലിയ ഫണ്ട് സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ എന്തിനു ഫണ്ട് സ്വീകരിച്ചു എന്നുള്ളത് എവിടെയും പറയാത്തത് കൊണ്ട് ഞാൻ എടുത്തു പറയുകയാണ്. സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതി ഞങ്ങളുടെ ലൈഫ് ഡിസീസിനും അല്ലാതെയും മരുന്ന് കഴിക്കുന്ന അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് മെഡിസിൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പദ്ധതിയാണ് സഞ്ജീവനി പദ്ധതി. അമ്മ എന്ന് പറയുന്നത് പ്യോർലി ഒരു ചാരിറ്റബിൾ സംഘടനയാണ്, ചാരിറ്റബിൾ ഓർഗനൈസേഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഏത് ട്രസ്റ്റിൽ നിന്നും പണം സ്വീകരിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട്. അപ്പോൾ വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഫണ്ട് സ്വീകരിച്ചു എന്നതാണ് അൻസിബെ ആദ്യം ട്രിഗർ ചെയ്ത കാര്യം. അത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഫോണിൽ ഞാനത് പോലീസ് ഓഫീസേഴ്സിനും കൊടുത്തിട്ടുണ്ട്. അൻസിബ ഒരു മതചിഹ്നം അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനുവരി 14 തീയതി അൻസിബ അയച്ചിട്ടുള്ള സകല വോയിസ് മെസ്സേജസും ഞാൻ തൃക്കാക്കര ACPക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ അൻസിബയുടെ പ്രശ്നം ഒരു മതചിഹ്നം അവിടെ വരാൻ പാടില്ല. അമ്മ എന്ന് പറയുന്നത് കലാകാരന്മാരുടെ സംഘടനയാണ് അല്ലേ, ഞങ്ങൾക്ക് എന്ത് ജാതി, ഞങ്ങൾക്ക് എന്ത് മതം, ഞങ്ങൾക്ക് മുസ്ലിം സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾ സ്വീകരിക്കും, ക്രിസ്ത്യൻ സംഘടന ഫണ്ട് തന്നാലും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും, അതേപോലെ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള ഫണ്ടും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. പക്ഷേ ആ ഫണ്ട് എന്ന് പറയുന്നത് വൈറ്റ് മണി ആയിരിക്കണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് നിർബന്ധമുള്ളൂ. അപ്പോൾ അന്ന് മുതൽ അൻസിബയ്ക്ക് പ്രശ്നം തുടങ്ങിയാണ്. അന്ന് എൻ്റെ പേര് അൻസിബ ഹസൻ എന്നായത് കൊണ്ട് എന്ന് പറഞ്ഞ് സംസാരിച്ച അൻസിബ അതേ വാക്കുകൾ തന്നെയാണ് ഈ മെയ് പകുതിയോട് കൂടിയിട്ട് ഇതേ മീഡിയാസിൻ്റെ മുന്നിൽ വന്നതെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് മുന്നിൽ കൃത്യമായ അജണ്ടയും മതവർഗീയവാദികളും അതിൻ്റെ പിന്നിലുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.